ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വൈശാഖ് മാധവൻ. അപ്പൊ നമുക്ക് അപ്രന്റീഷിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ബാങ്ക് ഓഫ് ബറോഡയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രെയിനിങ് ആണ്, ഒരു വർഷത്തെ ഒരു പ്രോഗ്രാമാണ്, അപ്രന്റീഷിപ്പ് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസസ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ അപ്രന്റീഷിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്താണ് ഇതാ ഓൺലൈൻ ആയിട്ട് തന്നെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റാർട്ട്സ് ഫ്രം 19/5/2026 തൊട്ട് 8/6/2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ എക്സാമിനേഷന്റെ ഡേറ്റ് ജൂലൈ മാസത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ജൂലൈയിലാണ് നടത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ദ പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ ഇസ് കംപ്ലീറ്റ് ഓൺലി വെൻ ഫീസ് ഡെപ്പോസിറ്റഡ് വിത്ത് ദ ബാങ്ക് ത്രൂ ഓൺലൈൻ മോഡ് ഓൺ ഓർ ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. അപ്പൊ നമുക്ക് അപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിന്റെ ബാക്കി ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളും നമുക്ക് നോക്കാം. കേരളത്തിൽ 403 വേക്കൻസിയാണ് ഉള്ളത് കേട്ടോ. ടോട്ടൽ കേരളത്തിൽ എത്ര വേക്കൻസിയാണുള്ളത്? 403. തിരുവനന്തപുരത്ത് 78, കൊല്ലം 29, പത്തനംതിട്ട 21, ആലപ്പുഴ 23, കോട്ടയം 38, ഇടുക്കി 12, എറണാകുളം 60, തൃശ്ശൂർ 36, പാലക്കാട് 28, മലപ്പുറം 18, കാലിക്കറ്റ് 30, വയനാട് 5, കണ്ണൂർ 18, കാസർഗോഡ്. ഓരോ ഡിസ്ട്രിക്ട് വൈസ് അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വരുന്ന എത്രയാ? 403 വേക്കൻസിയാണ്. ക്ലിയർ അല്ലേ കേരളത്തിൽ? ക്ലിയർ. ഇനി ഏജിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മിനിമം 20 ഇയേഴ്സ് ആണ്, മാക്സിമം 28 ഇയേഴ്സ് ആണ്. അത് ആ ഡേറ്റ് 1/4/2026 ആണ് അവരുടെ ആ ഡേറ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്ത് പറഞ്ഞിട്ടുണ്ട്? കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ 1/4/2006 ആൻഡ് ഏതാണ് നോട്ട് ഏർലിയർ ദാൻ 2/4/1998 ആണ്. ബോത്ത് ഡേയ്സ് ഇൻക്ലൂസീവ് ആണ്. മാക്സിമം ഏജ് ഇൻഡിക്കേറ്റഡ് ഈസ് ഫോർ അൺറിസർവ്ഡ് ആൻഡ് EWS ആൾക്കാർക്കുള്ള ഡേറ്റ് ആണ്, ഏജ് ലിമിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇനി എന്താണ്? Relaxation upper age limit is applicable as per the Government of India guidelines for SC, ST, OBC, PWD candidates. സാധാരണ ഈ പറയുന്ന ആൾക്കാർക്ക് എന്താണോ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇവിടെ അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. SC, ST ആൾക്കാർക്ക് 5 വർഷത്തിൽ, OBC നോൺ ക്രീമി ലെയർ 3 വർഷത്തിൽ, PWD ആൾക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഏജ് റിലാക്സേഷൻസ് എല്ലാം എന്ത് ചെയ്യും? ഇവിടെയും അവൈലബിൾ ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണയുള്ള EWSഉം അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറി ആൾക്കാർക്ക് ഉള്ളതാണ് 28 വയസ്സ് മാക്സിമം വരുന്നത്. ഓക്കെ അല്ലേ? ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് വരാണെങ്കിൽ ഗ്രാജുവേഷൻ എന്തായാലും വേണം. ഏത് ഗ്രാജുവേഷൻ ആയാലും കുഴപ്പമില്ല. BCom, BSc, BTech, BCA, അങ്ങനെ BBA, ഏത് ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഗ്രാജുവേഷനെ പറഞ്ഞിട്ടുള്ളൂ. ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് 1 ഇയർ ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആണ് ഉണ്ടാവുക, സാലറി അല്ല, സ്റ്റൈഫൻഡ് ആണ്. എത്രയാണ്? apprentices are eligible for stipend 15,000, അതായത് 15,000 രൂപയായിരിക്കും സാലറി ആയിട്ട് സ്റ്റൈഫൻഡ് ആയിട്ട് ഉണ്ടാവുക. എൻഗേജ്മെന്റ് പീരീഡ് ഓഫ് 1 ഇയർ ഉണ്ടാവുക. പെർ മന്ത് കേട്ടോ, മാസം കിട്ടുന്ന രൂപയാണ് 15,000. പിന്നെ എന്താണ്? ആർ നോട്ട് എലിജിബിൾ ഫോർ എനി അതർ അലവൻസസ് ബെനിഫിറ്റ്സ്. ഇത് ഒരു അപ്രന്റീഷിപ്പ് ആണ്. ഒരു വർഷത്തിൽ നിങ്ങൾക്ക് മന്ത്ലി 15,000 രൂപ വെച്ച് കിട്ടും. വേറെ യാതൊരു അലവൻസും ഉണ്ടാവില്ല കേട്ടോ. വേറെ യാതൊരു അലവൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതേപോലെ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള പോസ്റ്റും അല്ല, അപ്രന്റീഷിപ്പ് ആണ്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് വരുന്ന ഏതൊക്കെയാ? ഒരു ഓൺലൈൻ റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. അത് ജൂലൈയിലായിരിക്കും എന്ന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ്. ഇപ്പൊ കേരളത്തിലല്ലേ നിങ്ങൾ അപ്ലൈ ചെയ്യാം. കേരളത്തിലാണെങ്കിൽ മലയാളം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് വരുന്നത്? ഓൺലൈൻ റിട്ടൺ ടെസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ റിട്ടൺ എക്സാമിനേഷൻ. ഓൺലൈൻ ആയിട്ടാണ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് വരുന്നത്. അതെന്താണ് അടുത്തത് വരുന്നത്? ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ആണ്. 25 മാർക്ക്, 15 മിനിറ്റ് ഇൻഡിവിജ്വൽ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻസ്, 25 മാർക്ക്, 15 മിനിറ്റ് ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ്, 25 മാർക്കാണ് മാക്സിമം വരുന്നത്, 15 മിനിറ്റ് ഉണ്ട്. റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്ക് തന്നെയാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്, 60 മിനിറ്റ് സമയമാണ്. ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കിയുള്ളത് ഈച്ച് ടെസ്റ്റ് വിൽ ഹാവ് എ സെപ്പറേറ്റ് ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സെപ്റ്റ് ഓഫ് ദി ടെസ്റ്റ് ജനറൽ ഇംഗ്ലീഷ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ റീജിയണൽ ലാംഗ്വേജുകളിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വരുന്നത്. നമുക്ക് സാധാരണ ബാങ്ക് എക്സാമിന് പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അത് കൂടാതെ ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് കൂടി അതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ജോബ് പ്രൊഫൈൽ എന്താണ്? അപ്രന്റീസ്
this is not an employment in the bank nor the same is a contract employment ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. Please note that the candidates engaged as apprentice will not be treated as employees of the SBI and will not be entitled to receive any benefits which are available for the employees of the bank എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബാങ്കിലെ ഒരു എംപ്ലോയി ആയിട്ടല്ല നിങ്ങൾ എടുക്കുന്നത്, ഒരു കോൺട്രാക്ട് ബേസിലാണ്. 15,000 രൂപ മാസം കിട്ടും. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് കിട്ടുന്ന യാതൊരു ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, നോൺ റീഫണ്ടബിൾ ആണ്. ജനറൽ OBC EWS ആൾക്കാർക്ക് വരുന്നത് 300 രൂപയാണ്. SC ST PW ആൾക്കാർക്ക് എന്തില്ല, ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ അപേക്ഷ അപ്ലൈ ചെയ്ത് ഫീസ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വീകരിക്കുള്ളൂ. ക്ലിയർ അല്ലേ? ഇത്ര കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാം, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ? സെയിം രീതി തന്നെയാണ് ബാങ്ക് ഓഫ് ബറോഡയിലും എന്ത് വരുന്നത്, അപ്രന്റീസ്ഷിപ്പിന്റെ എന്ത് വരുന്നത്, റിക്രൂട്ട്മെന്റ് വരുന്നത്. അവിടെ നമുക്ക് ഓൺലൈൻ തന്നെയായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്ന് തൊട്ട്, അതായത് 19/5/2026 തൊട്ട് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ വരുന്നത് എന്താ, 8/6/2026 തന്നെയാണ്. സെയിം ഡേറ്റ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് എത്രയാണ്, ടോട്ടലാണ് 5,000 വരുന്നത്. മിനിമം ഏജ് 20ഉം മാക്സിമം 28ഉം ആണ്. നമ്മൾ ഈ പറഞ്ഞ ഗ്രാജുവേഷൻ, ഇനി ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. 12 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ് വരുന്നത്. ഇവിടെയും നമുക്ക് ഏജ് റിലാക്സേഷൻസ്, അതായത് SC ST PWD OBC ആൾക്കാർക്ക് അനുവദിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ എന്താണ്, അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെയും ഗ്രാജുവേഷൻ നമ്മൾ SBIയിൽ പറഞ്ഞ അതേ കാറ്റഗറി തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഗ്രാജുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാജുവേഷൻ ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് ഡിഗ്രി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BTech-കാർക്കും BCA-കാർക്കും BCom-കാർക്കും BSc BA എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. 12 മാസത്തെ ഒരു ഇത് തന്നെയാണ്. 20 വയസ്സാണ് മിനിമം, മാക്സിമം വരുന്നത് 28ആണ്. ഏജ് റിലാക്സേഷൻസ് എന്താണ്, അവൈലബിൾ ആണ്. കേരളത്തിൽ 111 വേക്കൻസിയാണ് കേരളത്തിലുള്ളത് കേട്ടോ. 111 വേക്കൻസിയാണ് കേരളത്തിൽ ആകെ ടോട്ടൽ ആയിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സിൽ എന്താണ്, ഓൺലൈൻ എക്സാമിനേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ്. നമ്മൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മലയാളം നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ ഏതൊക്കെയാണ്, നമ്മൾ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. കമ്പ്യൂട്ടർ നോളജ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് എത്രയാണ്, 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ഇൻഡിവിജ്വൽ ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ടോട്ടൽ 60 മിനിറ്റ് ആണ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ആൾക്കാർ നമുക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ഇത് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, അവരുടെ എക്സാംസിന്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റം വരുത്താൻ ബാങ്കിന് അവകാശം ഉണ്ടെന്ന് സാധാരണ പോലെ തന്നെ ഒരു ക്ലോസ് കൂടി കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ എന്താണ് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് നൈദർ ഓർ റെഗുലർ എംപ്ലോയ്മെന്റ് ഇൻ ദ ബാങ്ക് ഓർ നോർ എ കോൺട്രാക്ട് എംപ്ലോയ്മെന്റ് ഇൻ ദ ബാങ്ക് ആണ്. അപ്പൊ അതൊരു കോൺട്രാക്ട് ജോലിയാണ്. പ്ലീസ് നോട്ട് ദാറ്റ് ദ കാൻഡിഡേറ്റ്സ് എൻഗേജ്ഡ് അപ്രന്റീസ് വിൽ ഓൺലി എ ട്രെയിനി വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എംപ്ലോയീസ്. അതേപോലെ അലവൻസുകളോ കാര്യങ്ങളോ ഒന്നും ബെനിഫിറ്റുകളോ ഒന്നും കിട്ടില്ല എന്ന് SBIയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ നേരത്തെ അതേ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് കിട്ടുന്നതിൽ മാറ്റമൊന്നുമില്ല. 15,000 രൂപ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് കേട്ടോ. സ്റ്റൈഫൻഡ് വിൽ ബി പെയ്ഡ് ടു അപ്രന്റീസസ് ഓൺ കംപ്ലീഷൻ ഓഫ് ഈച്ച് മന്ത് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ലോസ് ഓഫ് പേ ഇഫ് എനി. അതായത് നിങ്ങൾക്ക് ലോസ് ഓഫ് പേ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ മാസവും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് തരും. ക്ലിയർ അല്ലേ? അതിനുശേഷം നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ തരുന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ദെൻ ഇവിടെ നമുക്ക് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് SC ST കാൻഡിഡേറ്റ്സിന് 200 രൂപ വരുന്നുണ്ട്. പേഴ്സൺ വിത്ത് PWD കാൻഡിഡേറ്റ്സിന് 200 രൂപ. ജനറൽ EWS ആൻഡ് ബാക്ക്വേർഡ് OBC മെയിൽ കാൻഡിഡേറ്റ്സിന് 800ഉം പ്ലസ് GST എല്ലാത്തിലും വരുന്നുണ്ട്. EWS ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ് OBC ഫീമെയിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന് 600 പ്ലസ് GST ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് റീഫണ്ട് ചെയ്യില്ല എന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്ലിക്കേഷൻ ഫീസ് ഇവിടെയും ഉണ്ട് കേട്ടോ. 2 സ്ഥലത്തും അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ തന്നെ ഫീസ് അടച്ചാലാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ എന്ത് ചെയ്യുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് SBIയിലും അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ബാങ്ക് ഓഫ് ബറോഡയിലും വിളിച്ചിട്ടുണ്ട്. രണ്ടിലും വരുന്ന സാലറിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. പെർമനന്റ് അല്ല, അപ്രന്റീസ്ഷിപ്പ് ആണ്.
നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കിട്ടും. സെയിം ബാങ്കിങ്ങിലുള്ള അതേ പാറ്റേണിലാണ് എക്സാം കാര്യങ്ങൾ നടക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ബാങ്ക് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഒരുപാട് ജോലികളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് ജോലിയും കിട്ടും. അപ്പൊ SBI എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് എക്സ്പീരിയൻസ്. അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ, രണ്ടും നാഷണലൈസ്ഡ് ബാങ്ക് ആണ്. SBI ബാങ്ക് ഓഫ് ബറോഡയിലൊക്കെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് പ്രൈവറ്റ് ബാങ്കുകളിൽ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ബാങ്കുകളിലേക്ക് തന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള പോസ്റ്റുകൾ വിളിക്കാറുണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ വെച്ച് ഇപ്പൊ അപ്രന്റീസ്ഷിപ്പ് എഴുതിയ ആൾക്കാർ ചെയ്ത ആൾക്കാർക്കുള്ള വേക്കൻസികളെല്ലാം റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അതും വിളിക്കാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത എക്സാം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ ബാങ്ക് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സെയിം പാറ്റേണിൽ തന്നെയുള്ള എക്സാം ആണ്. അപ്ലൈ ചെയ്ത് എഴുതി നോക്കാം. എക്സാം ഒക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എക്സാം ഒക്കെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് നമുക്ക് ബാക്ക് ടു ബാക്ക് വരാനുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന SBI POയും SBI ക്ലർക്കും IBPS POയും IBPS ക്ലർക്ക് റീജിയണൽ റൂറൽ ബാങ്ക് RRB PO RRB ക്ലർക്ക് എല്ലാം ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.